സംഗതി ഞാൻ കണ്ടു. പക്ഷെ ഈ ഒരു വീഡിയോയുടെ പേരിൽ നമുക്ക് ആരെയും കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല മാഡം. അവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് പോലും വീഡിയോയിലില്ല. പിന്നെ ഇത് വെച്ച് എന്ത് ചെയ്യാനാ? ഞങ്ങൾ തന്നിരിക്കുന്ന പരാതിക്ക് ഒരു സ്ട്രോങ് ഗ്രൗണ്ട് ഉണ്ട്. താങ്കൾ ഇതിനെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കണം. പരാതി ഞാൻ വായിച്ചു. പക്ഷേ അതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ വയറ്റിലെ കുഞ്ഞിനെ കൊന്നുകളയാനും വേണ്ടി ഒരു മോട്ടീവ് വേണമല്ലോ. അതെന്താണ്? സർ, ഈ ഇരിക്കുന്നതാണ് പരാതിക്കാരിയായ ശിവാനി. ഇത് എന്റെ ഇളയ മകന്റെ ഭാര്യ കൂടിയാ. ഇവിടിപ്പോ പ്രഗ്നന്റാ. ഇരട്ടക്കുട്ടികളാണെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്റെ മൂത്ത മകന്റെ ഭാര്യയാണ് ആ വീഡിയോയിൽ കണ്ട നിധി. അമ്പലത്തിന് മുന്നിലെ ഒരു ഇളനീർ കടക്കാരനെ പണം കൊടുത്ത് സ്വാധീനിച്ചാണ് നിധി ഇളനീരിൽ വിഷം കലർത്തിയതും അതിവൾക്ക് കൊടുത്തതും. ആ ഇളനീര് കുറച്ച് കുടിച്ചപ്പോ തന്നെ എനിക്കെന്തോ ടേസ്റ്റ് വ്യത്യാസം തോന്നിയതുകൊണ്ട് ഞാനതങ്ങ് കളഞ്ഞു. സത്യം പറഞ്ഞാൽ അതെങ്ങാനും മുഴുവൻ കുടിച്ചിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഞാനും ചത്തുപോയേനെ. ഇതൊക്കെ പരാതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? ആ, നിധി. അപ്പൊ ഈ നിധിയുടെ മോട്ടീവ് എന്താ? മോട്ടീവ് അത് അസൂയാണ് സർ, അല്ലാതെന്താ? ഈ പറഞ്ഞ നിധിയാണല്ലോ മൂത്ത മരുമകൾ. അവൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുന്നേ ഇവള് പ്രഗ്നന്റ് ആയി. അതാണ് അവളുടെ പ്രശ്നം. എന്ന് കരുതി ആരെങ്കിലും ആ കുട്ടികളെ കൊന്നുകളെ നോക്കൂ? അത് മാത്രമല്ല സർ, അവരിപ്പോ ഞങ്ങളുടെ കുടുംബമായിട്ട് പിണക്കത്തില്ല. കുറച്ചും ഓഹരിയുടെ പ്രശ്നങ്ങളും ഉണ്ട്. സോളിഡായിട്ട് എവിഡൻസ് ഒന്നുമില്ല. നിധിയും ആ ഇളനീർ കടക്കാരനുമായി സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. അല്ല, ഉണ്ട് സർ, അങ്ങനൊരു വീഡിയോ ഉണ്ട്. ആ ഇളനീര് കടക്കാരന്റെ മകൻ ഫോണിലെടുത്തൊരു വീഡിയോ അയാളുടെ ഫോണിൽ കിടപ്പുണ്ട്. അത് ഞാൻ കണ്ടതാ. അതില് നിധിയും കടക്കാരനും തമ്മിൽ സംസാരിക്കുന്നത് വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്യാം. ഞങ്ങൾ അവനെ അന്വേഷിച്ചു, പക്ഷേ ആളെ കണ്ടെത്തിയില്ല. സാർ ഒന്ന് അന്വേഷിച്ച് അവനെ കണ്ടുപിടിച്ചാൽ നമുക്കതൊരു എവിഡൻസ് ആവില്ലേ സാർ? എന്തായാലും ഒരു കാര്യം ചെയ്യേ, നിങ്ങളിപ്പോ പോയിക്കോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നമ്പർ ഇതിലുണ്ടല്ലോ, ഞാൻ വിളിച്ചോളാം. ഓക്കെ സാർ, ഞങ്ങൾ ഇറങ്ങട്ടെ. വാ.